നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ബി.ജെ.പി. നേതാവിന്റെ ഭീഷണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് USAID $21 ദശലക്ഷം നൽകിയെന്ന ട്രംപിന്റെ പ്രസ്താവന നേരാണോ നുണയാണോ എന്ന് പറയണമെന്നാണ് ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആവശ്യം. നേര് പറഞ്ഞില്ലെങ്കിൽ കോടതി കയറാൻ ഒരുങ്ങിക്കൊള്ളൂ എന്നാണ് സ്വാമിയുടെ ഭീഷണി. മോദിയുമായി നേർക്കുനേർ പോരടിക്കാൻ ധൈര്യം കാണിക്കുന്ന ഏക ബി.ജെ.പി. നേതാവാണ് സുബ്രഹ്മണ്യൻ സ്വാമി. പൊതുതിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണ് മോദിക്ക് $21 മില്യൺ കൈമാറിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കഴിഞ്ഞ ദിവസവും വെളിപ്പെടുത്തിയിരുന്നു. എങ്കിൽ ആ തുക കൊണ്ട് എന്താണ് മോദി ചെയ്തതെന്ന് ഞങ്ങൾക്കും അറിയണം. ഇക്കാര്യം സത്യസന്ധമായി വെളിപ്പെടുത്തണമെന്നും അല്ലെങ്കിൽ കോടതിയിൽ പൊതു താൽപര്യ ഹർജി നേരിടാൻ തയ്യാറെടുക്കുക എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത്. കൂടാതെ മോദി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാണ് സ്വാമി എക്സിൽ കുറിച്ചിരിക്കുന്നത്. വിദേശ രാഷ്ട്രങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി US ഏർപ്പെടുത്തിയിട്ടുള്ള ഏജൻസിയാണ് അന്താരാഷ്ട്ര വികസന ഏജൻസി എന്നറിയപ്പെടുന്ന USAID. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലാണ് ഈ ഏജൻസി പ്രവർത്തിക്കുന്നത്. വീണ്ടും അധികാരത്തിലെത്തിയ ട്രംപ് ഭരണകൂടം ഈ സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പ്രസ്താവനകൾക്കിടയിലാണ് ഇന്ത്യക്ക് നൽകിയ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയെ പരാമർശിച്ച് 3 വട്ടം പറഞ്ഞത്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ US ഫണ്ട് ലഭിച്ചെന്ന വിവാദം BJPയെ തിരിഞ്ഞുകൊത്തുന്നുണ്ട്. ഫണ്ട് നൽകിയത് സുഹൃത്ത് പ്രധാനമന്ത്രിയാണെന്ന് US പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവന കോൺഗ്രസ് ഇപ്പോൾ ആയുധമാക്കുന്നുമുണ്ട്. $21 ദശലക്ഷം എവിടെ പോയെന്നും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയത് ഈ പണം കൊണ്ടാണോ എന്നാണ് പവൻ രേഖ ചോദിച്ചിരുന്നത്. ഫണ്ട് സ്വീകരിച്ചത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാണെന്ന് ആരോപിച്ച് വിവാദത്തെ വഴി തിരിച്ചുവിടാൻ തുടക്കത്തിൽ BJP കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുവെന്നും ആരോപണമുണ്ട്. ഇതിനിടയിലാണ് പാർട്ടിയിലെ മോദിയുടെ ശത്രുവായ സ്വാമി കിട്ടിയ അവസരം മുതലെടുത്ത് രംഗത്ത് വരുന്നത്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മോദി ചൊറിയുക എന്നതാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ സ്ഥിരം പരിപാടി. സ്വാമിയുടെ ഭീഷണികളെ മോദി അവഗണിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ അതത്ര എളുപ്പമാകുമോ എന്ന് കണ്ടറിയണം. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വത്തിനെതിരെയും മറ്റും സ്വാമി ഫയൽ ചെയ്തിട്ടുള്ള കേസുകളും കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്.